തിരൂർ മനോജ് വധക്കേസിൽ സിബിഐക്ക് കോടതിയുടെ വിമർശനം. ജയരാജനെതിരെ സിബിഐ ഉന്നയിച്ചിരിക്കുന്നത് ആരോപണങ്ങൾ മാത്രമാണ്, ആവശ്യമായ തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല എന്നാണ് തലശ്ശേരി സെഷൻസ് കോടതി വിമർശിച്ചത്. എൻ കെ ഷിജു ചേരുന്നു. ഷിജു, എന്ത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു വിമർശനം ഉണ്ടായത്? അളകാന്ത പി ജയരാജനെതിരെ സിബിഐ നൽകിയിട്ടുള്ള കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോഴാണ് കോടതിയുടെ ഭാഗത്തു നിന്നും സിബിഐക്കെതിരായിട്ടുള്ള വിമർശനം ഉണ്ടായിട്ടുള്ളത്. സിബിഐ പ്രധാനമായും ചോദിച്ചത് നിങ്ങൾ കസ്റ്റഡിയിൽ വേണം, ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെടുമ്പോഴും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ഇത്രയും ദിവസമായിട്ടും ഏതെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് കോടതിക്ക് മുമ്പാകെ ഹാജരാക്കാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെ തെളിവുകളൊന്നും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാത്ത എന്തിനാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യണമെന്നൊരു ആവശ്യം സിബിഐ ഉന്നയിക്കുന്നത് എന്ന ഒരു പ്രധാന വിമർശനമാണ് സിബിഐക്കെതിരെ ഇന്ന് കോടതി നടത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ എന്നാൽ സിബിഐ പറഞ്ഞിട്ടുള്ളത് ഇത്തരം കസ്റ്റഡി അദ്ദേഹത്തെ എടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമാണ് കൂടുതൽ തെളിവുകൾ കിട്ടുക. മാത്രമല്ല ആവശ്യമായ തെളിവുകൾ വരും ദിവസം കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ തങ്ങൾ സന്നദ്ധമാണ് അല്ലെങ്കിൽ തയ്യാറാണ് എന്ന മറുപടിയാണ് സിബിഐ പ്രോസിക്യൂട്ടർ നൽകിയത്. മാത്രമല്ല ജയരാജന്റെ കസ്റ്റഡി അപേക്ഷ പരിഗണിക്കുമ്പോൾ ജയരാജന്റെ അഭിഭാഷകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നമുണ്ട്, നെഞ്ചുവേദനയുണ്ടെന്നാണ്. അതിനെ സിബിഐ കോടതിയിൽ ഗണ്ണിച്ചത് ജയരാജന്റെ നെഞ്ചുവേദന എന്നുള്ളത് അദ്ദേഹത്തിന്റെ മാനസിക പ്രശ്നം മാത്രമാണ്, അല്ലാതെ ശാരീരികമായിട്ടുള്ള യാതൊരു ബുദ്ധിമുട്ടും ജയരാജൻ ഇല്ല എന്ന മറുപടിയാണ് സിബിഐ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഏതായാലും മെഡിക്കൽ റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിച്ച ശേഷം ഈ മാസം 29 തന്നെ ജയരാജനെ കസ്റ്റഡിയിൽ വിടണമെന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യത്തിൽ കോടതി തീർപ്പുണ്ടാക്കും. ഏതായാലും കോടതി ഇന്ന് സിബിഐയെ വിമർശിച്ചത് വളരെ ഗുരുതരമായ ഒരു സംഭവമാണ്. കാരണം മെറ്റീരിയൽ എവിഡൻസ് ഇല്ലാതെ ഒരാളെ എന്തിനാണ് പിന്നീട് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് എന്ന ചോദ്യമാണ് കോടതി ഇന്ന് സിബിഐയോട് ചോദിച്ചിട്ടുള്ളത്. അളകാന്ത ഷിജുവാണ് വിശദാംശങ്ങൾ നൽകിയത്. ആവശ്യമായ തെളിവുകൾ ഹാജരാക്കിയിട്ടില്ല എന്നാണ് കോടതി ഇന്ന് സിബിഐക്ക് നേരെ ഉന്നയിച്ച വിമർശനം. അതിന് വരും ദിവസങ്ങളിൽ തെളിവുകൾ ഹാജരാക്കാം എന്നൊരു മറുപടിയാണ്, ജയരാജനെ കസ്റ്റഡിയിൽ വേണം എന്നൊരു മറുപടിയാണ് സിബിഐ കോടതിയിൽ